ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വലിയവർക്കുള്ളൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഥയുടെ പേര് മിഥ്യ എന്നാണ്. എന്നാൽ പറയാം കേട്ടോ, എല്ലാവരും കേൾക്കണം. എന്ത് ചെയ്യണമെന്നറിയാതെ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു സതി. തൊട്ടരികിൽ കൂടി വാഹനങ്ങൾ പോകുന്നതും ആളുകൾ കടന്നു പോകുന്നതും ഒന്നും അവൾ അറിയുന്നില്ല. അവളുടെ മനസ്സ് തൻ്റെ 3 കുഞ്ഞുങ്ങളെ ഇനി എങ്ങനെ സംരക്ഷിക്കുമെന്നോർത്ത് ഉരുകുകയായിരുന്നു. സതിയും ഭർത്താവും 8ഉം 9ഉം 10ഉം വയസ്സുള്ള 3 ആൺമക്കളും അടങ്ങുന്നതായിരുന്നു അവളുടെ കുടുംബം. ഒരു കൊച്ചു വാടക വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. 2 ആഴ്ച മുമ്പ് സതിയുടെ ഭർത്താവ് ഒരു വാഹനാപകടത്തിൽ മരിച്ചു. അതോടെ ആ കുടുംബത്തിൻ്റെ തണൽ നഷ്ടമായി. അയാൾ കൂലിപ്പണിക്ക് പോയാണ് കുടുംബം പോറ്റിയിരുന്നത്. സതിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. കാരണം അവൾക്ക് സ്ഥിരമായി ശ്വാസമുട്ടലാണ്. കൂടാതെ ഹാർട്ടിന് ഓപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം മുടങ്ങാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മരുന്ന് മുടങ്ങിയാലും കുഴപ്പമില്ല, പക്ഷേ കുട്ടികളുടെ പഠിപ്പും വീടിൻ്റെ വാടകയും കൂടി നല്ല ഒരു തുക വേണ്ടിവരും 1 മാസത്തോളം. ഇതിനെല്ലാം എങ്ങനെ പണമുണ്ടാക്കും എന്നാലോചിച്ച് നടക്കുകയായിരുന്നു അവൾ. അപ്പോഴാണ് ദൂരെയുള്ള ഒരു സ്ഥാപനത്തിൽ കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ടെന്ന് ആരോ പറഞ്ഞ് സതി അറിഞ്ഞത്. പിറ്റേന്ന് തന്നെ ആ സ്ഥാപനം അന്വേഷിച്ച് അവൾ യാത്രയായി. കുറെ അന്വേഷിച്ച് നടന്നാണ് ആ സ്ഥാപനം അവൾ കണ്ടെത്തിയത്. സതി അവിടുത്തെ സാറിനെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് മാത്രമേ ഈ സ്ഥാപനത്തിൽ അഡ്മിഷൻ നൽകൂ എന്ന്. ഇനി എന്തു ചെയ്യുമെന്നോർത്ത് വളരെ വിഷമത്തോടെയാണ് അവൾ അവിടെ നിന്നും ഇറങ്ങിയത്. അങ്ങനെ നടക്കുന്നതിനിടയിൽ അവൾ ഓർത്തു, താൻ ആത്മഹത്യ ചെയ്താലോ എന്ന്. എങ്കിൽ ആ സ്ഥാപനത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമായിരുന്നു. തൻ്റെ പൊന്നുമക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാനും അവൾ ഒരുക്കമായിരുന്നു. പക്ഷേ തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുപിരിയാനും അവളുടെ മനസ്സനുവദിച്ചില്ല. താൻ കൂടി ഇല്ലാതായാൽ തൻ്റെ മക്കൾക്ക് സ്വന്തമെന്നു പറയാനായി പിന്നെ ഈ ഭൂമിയിൽ മറ്റാരുമില്ല. അതോടെ ആ ചിന്ത അവൾ ഉപേക്ഷിച്ചു. അങ്ങനെ ഓരോന്നോർത്തു നടന്നപ്പോൾ അവൾക്ക് വല്ലാത്ത തലകറക്കവും ക്ഷീണവും തോന്നി. അവൾ ഉടനെ ഒരിടത്തിരുന്നു. തൊട്ടടുത്ത് ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു. സതി അവിടെ ഇരിക്കുന്നത് കണ്ട് ആ കടക്കാരൻ അവളുടെ അടുത്തെത്തി വിവരം അന്വേഷിച്ചു. തലകറങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ കടയിൽ പോയി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുത്ത് അവൾക്ക് കുടിക്കാൻ കൊടുത്തു. അത് കുടിച്ചപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. രാവിലെ വീട്ടിൽ നിന്നും പോരുമ്പോൾ ഒരു കട്ടൻ ചായ മാത്രമാണ് കുടിച്ചിരുന്നത്. തൊട്ടടുത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ബസ് സ്റ്റോപ്പിലുള്ള സിമൻറ്റ് ബെഞ്ചിൽ ചെന്നിരുന്നു. അവിടെ ഒരു പഴയ പത്രം കിടന്നിരുന്നു. അവൾ അതെടുത്ത് വെറുതെ മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അതിലെ ഒരു വാർത്ത സതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മാനസിക രോഗിയായ സ്ത്രീയുടെ മക്കളെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ തീരുമാനിച്ചു. ആ വാർത്ത മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ സതിയുടെ മനസ്സിൽ ഒരാശയം മുളപൊട്ടി. താനൊരു ഭ്രാന്തിയായാൽ തൻ്റെ കുഞ്ഞുങ്ങളെ സർക്കാരോ ഏതെങ്കിലും ഒരു സ്ഥാപനമോ ഏറ്റെടുത്ത് പഠിപ്പിക്കുകയും ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമായിരിക്കും. പണിയെടുത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ തനിക്കാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ മക്കളുടെ നല്ല ഭാവിയോർത്ത് അവൾ ഒരു ഭ്രാന്തിയായി അഭിനയിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയ സതി ഒരു കാര്യവുമില്ലാതെ കുട്ടികളെ വഴക്കു പറയുകയും ഉപദ്രവിക്കുകയും ചെയ്തു. കൂടാതെ അടുക്കളയിലെ പാത്രങ്ങളും മറ്റ് സാധനങ്ങളും മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് അലറിക്കരഞ്ഞു. ഇതെല്ലാം കണ്ട് കുട്ടികൾ പേടിച്ചുപോയി. കുട്ടികൾ അടുത്തേക്ക് ചെന്ന് അമ്മയെ വിളിച്ചപ്പോൾ സതി കുട്ടികളെ കണ്ണുരുട്ടി പേടിപ്പിച്ച് അടിക്കാൻ ചെന്നു. അതോടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ പോലും കുട്ടികൾക്ക് പേടിയായി. അവൾ ആഹാരം ഉണ്ടാക്കുകയോ കുട്ടികൾക്ക് കൊടുക്കുകയോ ചെയ്തില്ല. 2-3 ദിവസം ഇത് തുടർന്നപ്പോൾ നാട്ടുകാർ പരസ്പരം പറഞ്ഞു, അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം മാനസിക നില തെറ്റിയെന്നാ തോന്നുന്നത്. നമ്മൾ ഇത് കണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇതിനൊരു പരിഹാരം കാണണ്ടേ. അങ്ങനെ നാട്ടിലെ പ്രമുഖ വ്യക്തികളെല്ലാം ചേർന്ന് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. സതിയെ മാനസിക രോഗികൾ താമസിക്കുന്ന ആസ്പത്രിയിലും കുട്ടികളെ അനാഥാലയത്തിലേക്കും മാറ്റി. സതിയുടെ ചികിത്സാ ചെലവും കുട്ടികളുടെ പഠന ചെലവും ഒരു പ്രമുഖ സ്ഥാപനം ഏറ്റെടുത്തു. സതിയെ മാനസിക രോഗികൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്കാണ് കൊണ്ടുപോയത്. കൂടുതൽ ഭ്രാന്തെടുത്ത് എല്ലാവരെയും ഉപദ്രവിക്കുന്നവരെ മാത്രമേ ആസ്പത്രിയിൽ കിടത്തുകയുള്ളൂ. ഹോസ്റ്റലിലെ ഒരു മുറിയിൽ 4 പേർ വീതം ഉണ്ടായിരുന്നു. ഒഴിഞ്ഞ ഒരു കട്ടിലിൽ സതിയിരുന്നു. മറ്റുള്ളവർ പാട്ടുപാടുകയും ഒളിച്ചു കളിക്കുകയും ചെയ്യുകയായിരുന്നു.
സതി കുറച്ചുനേരം അവരെ നോക്കിയിരുന്നു. പിന്നെ സ്വസ്ഥമായ മനസ്സോടെ കട്ടിലിൽ കിടന്നു. കുട്ടികൾ കൂടെയില്ലാതായപ്പോൾ വിഷമമായി. എങ്കിലും നാളെ ഒരു നല്ല ഭാവി അവർക്കുണ്ടാകുമല്ലോ എന്നോർത്തപ്പോൾ സന്തോഷവും തോന്നി. ചിലപ്പോഴൊക്കെ താനൊരു ഭ്രാന്തിയാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായി അവൾ ബഹളം കൂട്ടുകയും ഒച്ചവെച്ച് സംസാരിക്കുകയും ചെയ്തു. ആഴ്ചയിൽ ഒരു ദിവസം സതിയെ കാണാനായി മക്കൾ അവിടെ എത്തും. മാസങ്ങളും വർഷങ്ങളും വളരെ വേഗം കടന്നുപോയി. സതി അവിടെ എത്തിയിട്ട് 5 വർഷമായി. കുട്ടികൾ വളർന്നു തുടങ്ങിയപ്പോൾ സതിക്ക് സന്തോഷമായി. അവരുടെ പഠിപ്പ് കഴിഞ്ഞ് ജോലിയായിട്ട് വേണം തനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ. വെറുതെ കിടക്കുമ്പോഴൊക്കെ മക്കളെക്കുറിച്ച് അവൾ അങ്ങനെ ഓർക്കും. ആഴ്ചയിൽ ഒരു ദിവസം അമ്മയെ കാണാൻ വന്നിരുന്ന മക്കൾ ഇപ്പോൾ മാസത്തിൽ ഒരു തവണയായി വരുന്നത്. അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വരവ് കുറച്ചതെന്ന് സതി സ്വയം ആശ്വസിച്ചു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു. വീണ്ടും 5 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം പതിവ് പോലെ സതി മക്കളെയും കാത്ത് ഹോസ്റ്റലിൻ്റെ മുറ്റത്ത് നിന്നു. അന്ന് പതിവിലും കൂടുതൽ സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു. കാരണം സതിയുടെ 3 മക്കളുടെയും പഠനം പൂർത്തിയാക്കി അനാഥാലയത്തിൽ നിന്നും വിട പറഞ്ഞു പോരുന്ന ദിവസമായിരുന്നു അന്ന്. കൂടാതെ 3 പേർക്കും ആ സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെ ഓരോ ചെറിയ ജോലിയും സംഘടിപ്പിച്ചു കൊടുത്തു. മക്കൾക്ക് ജോലി കിട്ടിയ സ്ഥിതിക്ക് ഇനിയും താനിവിടെ കഴിയേണ്ട ആവശ്യമില്ലല്ലോ. വാടകയ്ക്ക് ഒരു ചെറിയ വീടെങ്കിലും എടുക്കണം. എന്നിട്ട് മക്കളോടൊത്ത് സന്തോഷത്തോടെ അവിടെ കഴിയണം. അങ്ങനെ ഓരോന്നോർത്ത് നിൽക്കുമ്പോഴാണ് മക്കൾ വരുന്നത് സതി കണ്ടത്. അവൾ സന്തോഷത്തോടെ മക്കളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. പിന്നെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കവിളിൽ തലോടി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾ ഒരുപാട് വലുതായി പോയല്ലോ. അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ. ചെറുതാണെങ്കിലും 3 പേർക്കും ഓരോ ജോലി കിട്ടി. സ്വന്തം കാലിൽ നിൽക്കാറായല്ലോ. ഇതിനു വേണ്ടി മാത്രമാണ് ഇത്രയും കാലം ഞാനിവിടെ എല്ലാം സഹിച്ച് ജീവിച്ചത്. ഇനി എനിക്കിവിടെ കഴിയണ്ട. എത്രയും വേഗം ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് അവിടേക്ക് താമസം മാറ്റണം. ബാക്കിയുള്ള കാലം എനിക്ക് എൻ്റെ മക്കളോടൊത്ത് സന്തോഷത്തോടെ കഴിയണം. അത് കേട്ട് മക്കൾ പറഞ്ഞു, അമ്മേ, ഞങ്ങളിപ്പോൾ വീട് വാടകയ്ക്ക് എടുക്കുന്നതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. അനാഥാലയത്തിലെ കുട്ടികളൊക്കെ ഞങ്ങളെ ഭ്രാന്തിയുടെ മക്കളെന്ന വിശേഷിപ്പിച്ചിരുന്നത്. ഇത് കേട്ട് ഞങ്ങളുടെ മനസ്സൊക്കെ മരവിച്ചുപോയി. ഇനി ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ളവരെ കൂടി അറിയിക്കണോ ഞങ്ങളുടെ അമ്മ ഒരു ഭ്രാന്തിയാണെന്ന്? ഇനിയും ഇത് കേൾക്കാൻ ഞങ്ങൾക്ക് വയ്യമ്മേ. ഞങ്ങൾക്കത് വലിയ നാണക്കേടാണ്. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉള്ളവരോട് ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഇനി ബാക്കിയുള്ള കാലം കൂടി അമ്മ ഇവിടെ തന്നെ കഴിയണം. അമ്മയോട് യാത്ര പറയാൻ വേണ്ടിയാ ഞങ്ങളിപ്പോൾ വന്നത്. തൽക്കാലം ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കേട്ട് സതിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. അവർ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, അമ്മയ്ക്ക് ഭ്രാന്തൊന്നുമില്ല. എല്ലാവരെയും വിശ്വസിപ്പിക്കാനായി ഞാനൊന്ന് ഭ്രാന്തിയായി അഭിനയിച്ചതല്ലേ. നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അമ്മ അന്ന് അങ്ങനെ ചെയ്തത്. അത് കേട്ട് കുട്ടികൾ പറഞ്ഞു, അമ്മേ, ഭ്രാന്തുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയേ പറയൂ. അമ്മ ഇവിടെ കഴിയണം. മരുന്നും ഭക്ഷണവുമെല്ലാം ഫ്രീ ആയി കിട്ടുമല്ലോ. ഞങ്ങൾ വല്ലപ്പോഴും വരാം, പോകട്ടെ. യാത്ര പറഞ്ഞ് മക്കൾ പോകുന്നതും നോക്കി സതി തരിച്ചു നിന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് ഒരു തേങ്ങലോടെ അവൾ കട്ടിലിൽ ചെന്ന് കിടന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ യഥാർത്ഥ ഭ്രാന്തിൻ്റെ തുടക്കമെന്നോണം സതി പൊട്ടിക്കരഞ്ഞും ചിരിച്ചും മക്കളെ വിളിച്ചുകൊണ്ട് അവിടെയെല്ലാം ഓടി നടന്നു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.